സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. യുക്രൈൻ അവർ പൊരുതുന്നത് അന്തർശക്തി ഒന്നുകൊണ്ട് മാത്രം. മാർപ്പാപ്പ അടക്കമുള്ളവരുടെ പ്രാർത്ഥനയുടെ പരസ്യമായ പിന്തുണയോടെ തനിച്ച്. എന്നിട്ടും അവർ അന്ത്യത്തെക്കുറിച്ച് ഭയപ്പെടുന്നില്ല. ഒറ്റ ജനതയായി സ്വയം പ്രതിരോധിക്കുന്നു. യുദ്ധ തുടക്കത്തിൽ എത്ര പെട്ടെന്നാണ് യുക്രൈനെതിരെ ചിലരുടെ ധാർമ്മിക ബോധം മൂത്തു പഴുത്തത്. റഷ്യയാണ് ശരിയെന്ന് പ്രഖ്യാപിക്കാനുള്ള തിടുക്കം. യുക്രൈനെതിരെ ഇന്ത്യൻ വികാരമുണർത്താനും ചില തള്ളൽ പ്രചാരണങ്ങൾ. യുക്രൈൻ ഇന്ത്യയെ ചതിച്ച ദുഷ്ടന്മാരാണത്രേ. എന്തിനു പറയണം, കേരളത്തിലും ഉണ്ടായി യുക്രൈന് ബള്ളു പറയാൻ ഒരു ഓൺലൈൻ ഇസ്ലാമിസ്റ്റ് ചാനൽ. ഇസ്രയേൽ പാലസ്തീനെ നേരിട്ടപ്പോൾ പിന്തുണച്ചതിന് കിട്ടിയ തിരിച്ചടിയാണത്രേ ഇത്. ഇത്തരം വിമർശകരൊന്നും യുക്രൈൻ്റെ അനുഭവങ്ങളോ ആ രാജ്യം നേരിടുന്ന അതിക്രമങ്ങളോ കാണുന്നില്ല. അത് കണ്ടതും ചിന്തിച്ചതും വേദനിച്ചതും ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരാൾ. ഇത് യുക്രൈൻ ഉണ്ടാക്കിയ സംഘർഷമല്ല, പെട്ടെന്നുള്ള പ്രകോപനവുമല്ല. റഷ്യ നിശ്ചയിച്ചുറപ്പിച്ച ആക്രമണമാണിത്. അതിനുവേണ്ടി നാളുകളായി യുക്രൈനെതിരെ പ്രചാരണങ്ങൾ ഒരുക്കപ്പെട്ടു. ആ രാജ്യം ഇന്ത്യൻ വിദ്യാർത്ഥികളെ മനുഷ്യപരിചകളാക്കുന്നു എന്ന ആരോപണം വരെ ഉണ്ടായല്ലോ. പ്രധാനമന്ത്രി മോദി തന്നെ അത് നിഷേധിച്ചു. ഏറ്റവും ആസൂത്രിതമായിരുന്നു ഡൊണറ്റ്സ്ക്, ലുഗാൻസ്ക് എന്നീ വിഘടനവാദ പ്രദേശങ്ങളെ യുക്രൈൻ ആക്രമിക്കുമെന്നത്. ഇവ യുക്രൈനകത്തുള്ള റഷ്യൻ പക്ഷ വിഘടനവാദികളുടെ പ്രദേശങ്ങൾ. യുക്രൈനെ പൂട്ടാൻ റഷ്യ ആദ്യം ഇവയെ സ്വതന്ത്ര പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചു. അവിടെ ഇടപെട്ടാൽ ബാഹ്യ അതിക്രമമെന്നും വ്യാഖ്യാനിച്ച് യുക്രൈനെ ആക്രമിക്കാനുള്ള തന്ത്രം. തുടർന്ന് യുക്രൈൻ അവിടെ ആക്രമണം നടത്തുമെന്ന് പ്രചരിപ്പിച്ചു. അങ്ങനെ യുക്രൈനെ ആക്രമിക്കാനുള്ള ഒന്നാം തരം ന്യായം സജ്ജമാക്കി. ഈ ന്യായം ഉപയോഗിച്ചാണ് യുക്രൈൻ പ്രകോപിപ്പിക്കാതെ തന്നെ റഷ്യ യുക്രൈനെ കടന്നാക്രമിച്ചത്. ഇതിനെല്ലാം ഒറ്റ ലക്ഷ്യമേയുള്ളൂ, യുക്രൈനെ അതേപടി റഷ്യക്ക് എടുക്കണം. കാരണം യുക്രൈനിലൂടെ നാറ്റോയുടെ അമേരിക്കൻ പക്ഷത്തിന്റെ സ്വാധീനം അവിടെ ഉറയ്ക്കുന്നതിനുള്ള സാധ്യത തടയണം. റഷ്യയും പുടിനും പുതിയൊരു സാമ്രാജ്യമോഹം വളർത്തിയെടുത്ത് കഴിഞ്ഞു എന്നതിൻ്റെ അനന്തരഫലം. റഷ്യയുടെ കടൽമാർഗ വാതക കുഴൽ പദ്ധതിയായ നോർത്ത് സ്ട്രീം അഥവാ നോർത്ത് ധാര പദ്ധതിയെ യുക്രൈനും കൂട്ടരും എതിർക്കുന്നു എന്നതൊരു കാരണമായി പറയുന്നുണ്ട്. എന്നാൽ ആ എതിർപ്പ് റഷ്യയെ വാണിജ്യപരമായി ഭയപ്പെടുത്താൻ മാത്രമൊന്നുമില്ല. ഇപ്പോൾ തന്നെ എണ്ണ പ്രകൃതിവാതക കാര്യത്തിൽ റഷ്യ ലോകഭീമനാണ്, സാമ്പത്തികമായും ശക്തം. കരയിലെ വാതക കുഴൽപാത യുക്രൈനിലൂടെയും മറ്റുമാണ് കടന്നു പോകുന്നത് എന്നതിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ അസൗകര്യങ്ങൾ റഷ്യക്കില്ലെന്നല്ല. അതേസമയം ചെലവ് കുറഞ്ഞ ഊർജം വഴി യൂറോപ്പിനെ ആകെ റഷ്യയുടെ ആശ്രിതരാക്കാൻ നോർത്ത് ധാര പദ്ധതി കാരണമാകുമെന്ന ആശങ്ക യുക്രൈനും അമേരിക്കയ്ക്കും ഉണ്ട് താനും. അതൊന്നും പക്ഷേ ആക്രമണത്തിന് തക്ക പ്രകോപനമോ ന്യായമോ ആയിട്ടില്ല. കാരണം ജർമ്മനിക്ക് നേരിട്ട് വാതകം എത്തിക്കാൻ 750 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒന്നാം നോർത്ത് ധാര മിക്കവാറും പൂർത്തിയായതാണ്. ഇപ്പോഴത്തെ ആക്രമണം നിമിത്തമാണ് തൽക്കാലം അതിന് ജർമ്മനിയുടെ അംഗീകാരം കിട്ടാത്തത്. ആ നിലയ്ക്ക് റഷ്യയുടെ പ്രേരണ മറ്റൊന്നാണെന്ന് വ്യക്തം. യുക്രൈനെ വിമർശിക്കുന്നവർ ഒന്ന് ഓർക്കാനുണ്ട്, സോവിയറ്റ് യൂണിയൻ ഇല്ലാതായപ്പോൾ തങ്ങൾക്ക് കൈവന്ന വമ്പൻ ആണവായുധ ശേഖരം യുക്രൈൻ സ്വമേധയ ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ റഷ്യയും പുടിനും അവരെ ഇത്തരത്തിൽ തൊടാൻ മടിച്ചേനെ. ഉപരോധവും ശത്രുതയും ഭയന്നല്ല, ലോകത്തിന് ഭീഷണിയായ ദുഷ്ട സുരക്ഷിതത്വം തങ്ങൾക്ക് വേണ്ട എന്ന് നിശ്ചയിച്ചതാണ് യുക്രൈൻ ജനത ആണവ നിർവ്യാപന ഉടമ്പടിയിൽ ഭാഗമായത്, സ്വയം നിരാണവീകരിച്ചത്. അതൊരു മണ്ടൻ തീരുമാനമാണെന്നും ഭാവിയിൽ റഷ്യ യുക്രൈനെ ആക്രമിച്ചേക്കാമെന്നും അന്നേ ചിലർ മുന്നറിയിപ്പ് നൽകിയിട്ടും യുക്രൈൻ തീരുമാനം മാറ്റിയില്ല. 2014 റഷ്യ ക്രൈമിയ ആക്രമിച്ചപ്പോഴും യുക്രൈൻ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. ആണവായുധങ്ങൾ കൈയൊഴിയാൻ 1994 ബൂദപെസ്റ്റ് മെമ്മോറാണ്ടത്തിൽ റഷ്യയോടും ബ്രിട്ടനോടും അമേരിക്കയോടും ചേർന്ന് ഒപ്പുവെക്കുമ്പോൾ
യുക്രൈന് ഒരു ഉറപ്പ് ലഭിച്ചിരുന്നു, സ്വന്തം സുരക്ഷിതത്വം. 3000-ഓളം ആണവായുധങ്ങൾ സ്വമേധയാ റഷ്യക്ക് കൈമാറിയ യുക്രൈനുള്ള ഉറപ്പാണ് പുടിന്റെ ആക്രമണത്തോടെ ലംഘിക്കപ്പെട്ടത്. ഈ ആക്രമണത്തിൽ നിശ്ചയമായും 3 കാര്യങ്ങൾ തെളിഞ്ഞു കാണാം. സോവിയറ്റ് മാതൃകയിൽ യൂറോപ്പിലാകെ ഒരു റഷ്യൻ രാഷ്ട്രീയാധിപത്യത്തിനുള്ള മോഹം, സാമ്പത്തിക വാണിജ്യ ലക്ഷ്യങ്ങൾ, റഷ്യ ആണവശക്തിയും യുക്രൈൻ പേടിക്കാനില്ലാത്ത നിരാണവ രാഷ്ട്രവുമാണെന്ന സാഹചര്യം. സോവിയറ്റ് യൂണിയനിൽ പെട്ടത് നിമിത്തം ഏറെ സഹിച്ച നാടാണ് യുക്രൈൻ. ഫലപുഷ്ടമായ മണ്ണ്, പക്ഷേ വിളഞ്ഞ ഗോതമ്പ് മുഴുവൻ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് സർവാധിപത്യ ഭരണകൂടത്തിന് അടിയറ വെക്കേണ്ടി വന്നു. കൂട്ടുകൃഷി പാടങ്ങൾ ഉണ്ടാക്കാൻ യുക്രൈനിലെ പരമ്പരാഗത കർഷകരുടെ വയലുകളാണ് പിടിച്ചെടുത്തത്. സോവിയറ്റ് കലവറ നിറയ്ക്കാൻ യുക്രൈനിലെ ജനങ്ങൾ നേരിട്ട പീഡനം ഭയാനകമായിരുന്നു. ഹോളോഡോമോർ എന്ന് ചരിത്രം വിളിച്ച 1932-33 മഹാദുരന്തത്തിൽ പട്ടിണി നിമിത്തം മരിച്ചത് 30 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയ്ക്ക് യുക്രൈൻകാർ. അത് സോവിയറ്റ് നേതൃത്വം നടപ്പാക്കിയ കൂട്ടക്കുരുതി എന്ന് കരുതുന്നവരേറെ. ഇതൊക്കെ സോവിയറ്റ് റഷ്യൻ നേതാക്കൾ ദീർഘകാലം മറച്ചുവെച്ചു. 1930-കളിൽ യുക്രൈനിലെ ആയിരക്കണക്കിന് ക്രൈസ്തവ വിശ്വാസികളാണ് കൂട്ടമായി നാടുകടത്തപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്തത്. സ്റ്റാലിന്റെ വാഴ്ചയിൽ യുക്രൈനിലെ ബുദ്ധിജീവികളും എഴുത്തുകാരും കലാകാരന്മാരും വൈദികരും ഇല്ലായ്മ ചെയ്യപ്പെട്ടു. നേരം വെളുക്കുമ്പോൾ ഓരോരുത്തരായി അപ്രത്യക്ഷമാകുന്ന പ്രതിഭാസം. അതേ യുക്രൈനാണ് 1984 വരെ 20 വർഷം തുടർച്ചയായി സോവിയറ്റ് യൂണിയന്റെ അനിഷേധ്യ നേതാവായിരുന്ന ലിയോണിദ് ബ്രഷ്നേവിന്റെ ജന്മനാട്. ചെർണോബിൽ ആണവ നിലയ ദുരന്തത്തിന്റെ ആഘാതം അനുഭവിക്കേണ്ടി വന്ന നാട്. റിപ്പബ്ലിക് സ്വതന്ത്രമായപ്പോൾ യുക്രൈൻ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് റഷ്യ പ്രതീക്ഷിച്ചു. യുക്രൈൻ ജനത ആ പ്രതീക്ഷ തകർത്തു, ഇപ്പോഴും തകർക്കുന്നു. പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയെ അട്ടിമറിച്ച് അധികാരം പിടിക്കാൻ പുടിൻ പറഞ്ഞതിനെ യുക്രൈൻ സൈന്യം പാടെ അവഗണിച്ചു. യുക്രൈൻ ജനത തങ്ങൾക്കൊപ്പമാണെന്ന് പുടിൻ പറഞ്ഞതിനും മറുപടി ജനങ്ങൾ നൽകി. ആയുധമെടുത്തു പോലും റഷ്യയോട് പൊരുതാൻ അവർ സന്നദ്ധമായി. നിരായുധനായി റഷ്യൻ ടാങ്കിനെ തടയാൻ നിന്ന പൗരൻ ഉൾപ്പെടെ ഏവരും യുക്രൈനിൽ ജനതയുടെ ഹൃദയം ലോകത്തിന് കാട്ടിക്കൊടുത്തു. പുടിന്റെ ഇത്തരം വാക്കുകളൊക്കെ പൊതു പിന്തുണ തങ്ങൾക്കാണെന്ന് വരുത്തി ആക്രമണം ന്യായീകരിക്കാനുള്ള നാട്യം മാത്രം. പഴയ സോവിയറ്റ് ആധിപത്യത്തിന്റെ റഷ്യൻ മാതൃക സ്ഥാപിക്കാൻ പുടിൻ നടത്തുന്ന ശ്രമങ്ങളെ തിരിച്ചറിയാത്തവരുണ്ടോ? ആ ലക്ഷ്യത്തിന്റെ വലയത്തിലേക്ക് ചൈന കൂടി അടുക്കുന്നതിന്റെ പുത്തൻ ഭീഷണി മനസ്സിലാകാത്തവരുണ്ടോ? കിട്ടിയ അവസരത്തിൽ ചെച്നിയൻ ഇസ്ലാമിക തീവ്രവാദികളും പുളയ്ക്കാൻ ശ്രമിക്കുന്നു. സെലൻസ്കിയെ വധിക്കാനുള്ള വരവിൽ വഴിക്ക് തന്നെ ആ ഇസ്ലാമിസ്റ്റ് നിഷ്ഠൂര ഘാതക സംഘത്തെ യുക്രൈൻ സുരക്ഷാ സംഘം മരണപുരിക്കയച്ചു. യുക്രൈനെ തകർക്കാൻ ശ്രമിക്കുന്ന പുടിനെ ആരെങ്കിലും പേടിക്കുന്നെങ്കിൽ അതിന് ഒറ്റ കാരണമേയുള്ളൂ: ജനങ്ങളുടെ മേലും ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ മടിക്കാത്ത നിഷ്ഠൂരൻ എന്ന തോന്നൽ. ഇന്ത്യക്ക് ഔദ്യോഗികമായി റഷ്യ വിരുദ്ധ നിലപാട് എടുക്കാനാവില്ല. നരേന്ദ്രമോദി മാത്രമായി സൃഷ്ടിച്ചെടുത്ത സാഹചര്യമല്ലത്. പരമ്പരാഗത നിലപാടുകളുടെ തുടർച്ച, ഒരുപാട് ബന്ധങ്ങൾ, അത് രാജകാര്യം. എങ്കിലും ഇന്ത്യയുടെ റഷ്യ ബന്ധവും ചേരിരഹിത രാജ്യമെന്ന പാരമ്പര്യവും മോദിയുടെ ഇടപെടലും സമാധാന സ്ഥാപനത്തിനെ സഹായിച്ചെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അടക്കമുള്ള ക്രൈസ്തവ സമൂഹവും ആഗോള ഭൂമികയിലെ നിരവധി സമൂഹങ്ങളും യുക്രൈൻ്റെ അവകാശവും അവസ്ഥയും തിരിച്ചറിഞ്ഞ് ഹൃദയത്തിൽ അവർക്കൊപ്പമുണ്ട്, യുദ്ധം അവസാനിക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തോടെ. കാരണം സെലൻസ്കി നയിക്കുന്നത് സ്വന്തം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് അവർക്കെല്ലാം അറിയാം. യുക്രൈൻ്റെ പരാജയം ലോകത്തിന് മറ്റൊരു ദുരന്തത്തിൻ്റെ തുടക്കമായേക്കാമെന്നും. ലോകാന്ത്യം സമീപിച്ചോ? റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തോടെ ആശങ്ക വ്യാപകമാണ്.
ശാസ്ത്രജ്ഞരുടെ ലോകം നിശ്ചയമായും ആശങ്ക പ്രകടമാക്കി കഴിഞ്ഞു. അവരുടെ ഡൂംസ്ഡേ ക്ലോക്കിൽ അർദ്ധരാത്രിയാകാൻ 100 സെക്കൻഡുകൾ കൂടി മാത്രം. ഈ അന്ത്യദിന ഘടികാരത്തിൽ അർദ്ധരാത്രി എന്നാൽ സർവനാശം എന്നാണ് സൂചന. ഇത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴത്തേക്കാൾ രൂക്ഷമായ അവസ്ഥ. ട്രംപിനെ ലോകാന്തത്തിന് കാരണക്കാരൻ എന്ന് വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നവർ ഇപ്പോഴെന്താണാവോ പറയുക? ബൈഡനെ ലോകരക്ഷകനും ട്രംപിനെ വിനാശകനുമായി ചിത്രീകരിച്ചിരുന്നവർ എങ്ങനെയാണാവോ ഇപ്പോൾ ആശ്വാസം കണ്ടെത്തുക? ട്രംപിനെ കുറിച്ചുള്ള മുൻവിധിയുടെ പേരിലാണ് ഇക്കൂട്ടർ വ്യാപകമായി പ്രചാരണം നടത്തിയത്. ഇസ്ലാമിക തീവ്രവാദ വിഭാഗങ്ങളുടെ താല്പര്യം ഉള്ളിൽ പേറിയവർ മാത്രം ട്രംപിനെ രാക്ഷസനായി കണ്ടു. ആദ്യത്തെ ആണവ ബോംബിന്റെ നിർമ്മാണത്തിന് ശേഷം ആൽബർട്ട് ഐൻസ്റ്റീനും ഷിക്കാഗോ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരും ചേർന്ന് യുദ്ധനിമിത്തമുള്ള ഭൂമിയുടെ വിനാശ സാധ്യത സൂചിപ്പിക്കാൻ രൂപപ്പെടുത്തിയ പ്രതീക ഘടികാരമാണ് ഡൂംസ്ഡേ ക്ലോക്ക്. അതിന്റെ സൂചി അർദ്ധരാത്രിയോട് എത്രമാത്രം അടുക്കുന്നോ അത്ര കണ്ട് സർവനാശ ഭീഷണിയിലാണ് ലോകമെന്നർത്ഥം. അതൊരു സാർത്ഥക പ്രതീകം. 75 വർഷം മുമ്പ് രൂപം കൊണ്ട ഘടികാരത്തിലെ സൂചി ചരിത്രത്തിൽ ഒരിക്കലും സർവനാശത്തോട് ഇതിനേക്കാൾ കൂടുതൽ അടുത്തിട്ടില്ല. എന്നാൽ മുമ്പും ഇത്രത്തോളം തന്നെ അടുത്തിട്ടുണ്ട്. അതിനെ ലോകം മറികടക്കുകയും ചെയ്തു. ലോകത്തിന് പ്രതീക്ഷ നഷ്ടപ്പെടുന്നില്ല എന്ന് സാരം. ആണവ ശാസ്ത്രജ്ഞരുടെ സംഘടന ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് പുതിയ സംഘർഷം കണക്കിലെടുത്ത് സൂചി ഇത്തരത്തിൽ തിരിച്ചു വെച്ചത്. റഷ്യ യുക്രൈൻ യുദ്ധം ലോകത്തിന്റെ അവസാനത്തിന് തുടക്കം കുറിക്കുമെന്ന് ഭയം പലർക്കുമുണ്ടെന്നതാണ് സത്യം. ട്രംപിന്റെ കാലത്ത് മുൻവിധിയുടെ ആശങ്കയുണ്ടായിരുന്നു എന്നല്ലാതെ സംഘർഷത്തിന്റെ ആശങ്കാജനകമായ അവസരങ്ങൾ ഉണ്ടായില്ല. ഉത്തര കൊറിയയെ പോലും പരസ്പര സംഭാഷണത്തിന്റെ ഒരു തലക്കിലെത്തിക്കാൻ ട്രംപിന് കഴിഞ്ഞു. അന്നത്തെ സംഘർഷങ്ങൾ തുറന്ന ബലൂണിന്റെ കാറ്റ് പോലെ ഒഴിഞ്ഞു പോകുകയും ചെയ്തു. അതുപോലെയല്ല ഇന്നത്തെ അവസ്ഥയെന്ന് ഏറെ പേർ ഭയപ്പെടുന്നു. അന്ന് ഉത്തര കൊറിയ അമേരിക്കക്കെതിരെയാണ് ഭീഷണി മുഴക്കിയതെങ്കിൽ ഇന്ന് ഒരു വമ്പൻ ആണവശക്തി ഒരു നിരാണവ രാജ്യത്തിനെതിരെയാണ് ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് പോലും സുരക്ഷിതത്വമില്ലാത്ത ആക്രമണം. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഉപരോധ ഭീഷണിക്ക് റഷ്യയെ ഇരുത്തി ചിന്തിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന തോന്നൽ പരക്കുന്നു. ബൈഡൻ ദുർബലനായ പ്രസിഡന്റ് ആയോ? ബൈഡന്റെ അമേരിക്ക ദുർബലമായ വൻ ശക്തിയായി പരിണമിച്ചോ? യൂറോപ്പിലെ രാജ്യങ്ങളെ പോലും ദൃഢമായി ഒപ്പം നിർത്താൻ ബൈഡനെ കഴിയുന്നില്ലേ? അതോ ബൈഡൻ ചതിക്കു തുല്യം യുക്രൈനെ കൈയൊഴുകുകയായിരുന്നോ? അതുമല്ലെങ്കിൽ തക്ക അവസരത്തിനായി കാത്തിരിക്കുകയാണോ? സംശയങ്ങൾക്ക് അവസാനമില്ല. ഉത്തരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളാണ് പറഞ്ഞു തരിക. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വിജയം പ്രഖ്യാപിച്ചതു മുതൽ അദ്ദേഹത്തെ സ്വൈര്യമായിരിക്കാൻ അനുവദിച്ചിട്ടില്ലാത്ത പ്രചാരകർ പറയുന്നത് പോലെ അല്ല കാര്യങ്ങളുടെ ഗതി. യുക്രൈൻ പ്രശ്നം ട്രംപാണ് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇത്രത്തോളം വഷളാകുമായിരുന്നില്ല എന്ന് ആത്മാർത്ഥമായി കരുതുന്നവരും ഇപ്പോൾ ഏറെ. അവരുടേത് വൈകാരികമായ നിഗമനമല്ല, അനുഭവ പാഠം. ബൈഡനെ സൗമ്യതയുടെയും സമവായത്തിന്റെയും ജനാധിപത്യ ബോധത്തിന്റെയും ആൾരൂപമായി വാഴ്ത്തിയ മാധ്യമങ്ങൾക്ക് ഇപ്പോഴത്തെ സംഘർഷത്തിൽ അദ്ദേഹം എവിടെ നിൽക്കുന്നെന്ന് പറയാനാവുന്നില്ല. റഷ്യയുടെ ആക്രമണം ഒരു സൂചനാ യുദ്ധം എന്ന അളവിനപ്പുറം പോകുന്നില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകില്ല. യുദ്ധത്തിന്റെ പരോക്ഷ കെടുതികൾ വിലക്കയറ്റമായി തുടങ്ങി എവിടെ എത്തിച്ചേരുമെന്ന് ആർക്കും പ്രവചിക്കാനാവാത്ത കാര്യം. ഏതു രാജ്യത്തിൻ്റെയും നിരവധി പൗരർ, വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന കാലയളവാണിത്. ലോക വാണിജ്യത്തിനും അതിരുകളില്ല. അതുകൊണ്ട് തന്നെ യുദ്ധം അതിൽ നേരിട്ട് ഏർപ്പെടുന്ന രാജ്യത്തെ ജനങ്ങളുടെ മാത്രം വേദനയും ഭീതിയുമല്ലെന്ന് ഏതെങ്കിലും ഒരു കൂട്ടർ ആണവായുധ പ്രയോഗം തുടങ്ങിയാൽ അത് ഗോള നശീകരണത്തിൽ കലാശിക്കുമെന്ന ഭീതിയുമുണ്ട്. ആ ഒരു കൂട്ടർ തങ്ങൾ തന്നെ ആയിരിക്കുമെന്ന മട്ടാണ് ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമായാലും പുടിൻ കാട്ടിയത്.
മാർപ്പാപ്പ പ്രാർത്ഥിച്ചതുപോലെ, ലോകം ആഗ്രഹിക്കുന്നത് പോലെ ഈ യുദ്ധം വേഗം അവസാനിക്കുമെന്ന് പ്രത്യാശിക്കാനേ ആർക്കും ഇപ്പോൾ കഴിയൂ. അതിനപ്പുറം ഇതൊരു ലോകാന്ത ഹേതുവായി മാറില്ല. മാറാതിരിക്കട്ടെ. അനുഭവവും വിശ്വാസവും പറഞ്ഞു തരുന്നത് പ്രത്യാശിക്കാൻ തന്നെയാണ്. നാടു നടുങ്ങണം. മീഡിയ വൺ ചാനലിനെ സംബന്ധിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ അപ്പീൽ വിധി ആദ്യ വിധിയേക്കാൾ ഞെട്ടിക്കുന്നതാണ്. അതൊരു സാധാരണ അപ്പീൽ വിധിക്കും മേലെ കൂടുതൽ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ചാനലിന് അനുമതി നൽകണോ നിഷേധിക്കാമോ എന്നതൊന്നുമല്ല ഇപ്പോഴത്തെ ചോദ്യം. ഇങ്ങനെ ഒരു ചാനൽ ഇത്രയും കാലം എങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു? എങ്ങനെ അതിന് അനുമതി കിട്ടി? ഇതാണ് അറിയേണ്ടത്. $1 മില്യൺ വിലയുള്ള ഭയങ്കര ചോദ്യം. രാജ്യസുരക്ഷയ്ക്ക് ഒരിക്കലും നിരക്കാത്ത ശക്തികളുമായി ചാനൽ ഉടമകൾക്ക് ബന്ധമുണ്ടെന്നാണ് അപ്പീൽ വിധിയെഴുത്തിലൂടെ കുറച്ചെങ്കിലും പുറത്തു വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ മീഡിയ വൺ ചാനലിന്റെ ഉടമകളായ മെസേഴ്സ് മാധ്യമം, ബ്രോഡ് സ്റ്റാൻഡിംഗ് ലിമിറ്റഡ് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ ചില അനഭികാമ്യ ശക്തികളുമായി ബന്ധത്തിലാണെന്ന്. രാജ്യവിരുദ്ധ തീവ്രവാദ ഭീകര ശക്തികളുമായി ബന്ധമുണ്ടെന്നാണല്ലോ അതിന്റെ പച്ചയായ അർത്ഥം. എത്ര വളച്ചു കെട്ടി പറഞ്ഞാലും, ഏതൊക്കെ മൂടുപടം ഇടിച്ചാലും ഈ അർത്ഥം വ്യക്തം. എങ്കിൽ എത്ര തന്ത്രപൂർവമാണ് ഇന്നാട്ടിലെ മറ്റു മാധ്യമങ്ങൾക്ക് നടുവിൽ നെൽച്ചെടികൾക്കിടയിലെ വിഷക്കള പോലെ ആ മാധ്യമവും നിലനിന്നത്. ജനാധിപത്യത്തിൽ മാത്രം പ്രസക്തമായ വിശാല മതനിരപേക്ഷതയും മാധ്യമ സ്വാതന്ത്ര്യവും എത്ര വഞ്ചനപരമായാണ് അവർ മുതലെടുത്തത്. ഭരണാധികാരികളെയും രാഷ്ട്രീയ നേതാക്കളെയും തെറ്റിദ്ധരിപ്പിച്ചു. നിരവധി തൊഴിലന്വേഷകരെ അവരറിയാതെയോ അറിഞ്ഞോ ഉപയോഗിച്ചു. അതുവഴി എന്തുതരം സന്ദേശങ്ങളാണ് ഈ സമൂഹത്തിലേക്ക് ഇത്രയും കാലം അവർ ഒഴുക്കിവിട്ടത്? സംശയാതീതരൊന്നും ആയിരുന്നില്ല അവർ. അങ്ങനെ ഒരു വെള്ളച്ചീട്ട് അവർക്ക് കേരള സമൂഹം നൽകിയിട്ടില്ല. ആദ്യം എപ്പോഴോ പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. അത്രയ്ക്ക് കൗശലപൂർവമാണ് അവർ കാര്യങ്ങൾ തങ്ങളുടെ വഴിയെ അവതരിപ്പിച്ചും വ്യാഖ്യാനിച്ചും കൊണ്ടിരുന്നത്. എന്നാൽ മതാധിഷ്ഠിത വിദ്വേഷവും അവമതിക്കലും ചർച്ചകളിലൂടെയും മറ്റു പുറത്തു വന്നു തുടങ്ങിയത് ജാഗ്രതയുള്ളവർ തിരിച്ചറിഞ്ഞു. തങ്ങൾ മതനിരപേക്ഷകരും ഇരസംരക്ഷകരും നീതിമതികളുമെന്ന് സർവരെയും ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അവർ ഇത്രയും കാലം വിശ്വസിച്ചു പോന്നിരിക്കാം. ആ വിശ്വാസം അവരെ രക്ഷിച്ചില്ല. കാരണം അത്തരം ധാരണകളിൽ കുടുങ്ങാതെ അവരെ നിരന്തരം നിരീക്ഷിക്കുന്ന സംവിധാനം സമൂഹത്തിലുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള സൂചനകളിൽ നിന്ന് തെളിഞ്ഞല്ലോ. ഇതൊരു ഒറ്റപ്പെട്ട കാര്യമല്ല. ഒരു ചാനലിനെ കുറിച്ച് മാത്രമേ ഇപ്പോൾ നാം കേൾക്കുന്നുള്ളൂ. ചാനൽ നടത്തിയവർക്ക് തീവ്രവാദ ബന്ധവും അതിൻ്റെ അജണ്ടകളും ഉണ്ടെങ്കിൽ അത് ചാനലിൽ മാത്രമായി പരിമിതപ്പെടുകയില്ല. അച്ചടി മാധ്യമങ്ങളുടെയും അവർ തങ്ങളുടെ കാഴ്ചപ്പാടും അജണ്ടയും എത്രയോ നാളുകളായി ഏതെല്ലാം രൂപത്തിലും രുചിയിലും സമൂഹത്തിലേക്ക് ഒഴുക്കിയിട്ടുണ്ടാകാം. തങ്ങളെ വിശ്വസിക്കുന്ന, തങ്ങളുടെ മതവിശ്വാസം പങ്കിടുന്ന എത്രയോ പേരിലേക്ക് അവർ അന്യമത വിദ്വേഷത്തിൻ്റെയോ തീവ്രവാദത്തിൻ്റെയോ ബീജങ്ങൾ കടത്തിവിട്ടിട്ടുമുണ്ടാകാം. ക്രൈസ്തവ സമൂഹത്തിൻ്റെ നേതൃത്വത്തിനെതിരെ തുടരെ നടന്നു വന്ന അവഹേളന ശ്രമങ്ങൾക്ക് പിന്നിൽ ഇവരിൽ ചിലരുടെ നടപടി മാത്രമല്ല ആസൂത്രണവും ഉണ്ടായിരുന്നെന്ന് കണ്ടുകഴിഞ്ഞതാണ്. പക്ഷേ സമൂഹത്തെ മതാധിഷ്ഠിതമായി വിഭജിക്കുന്ന കാര്യത്തിൽ ഇവർ വഹിച്ച പങ്കാണ് ആരും യഥാസമയം തിരിച്ചറിയാതെ പോയത്. ഇന്ന് ഇന്റലിജൻസ് അധികൃതരും കേന്ദ്ര സർക്കാരും അറിയുന്ന തീവ്രവാദ ബന്ധം ഈ ചാനൽ ഉടമകളുടെ ആദ്യ വരവിൽ തന്നെ വേണ്ട വിധം അന്വേഷിച്ചിരുന്നെങ്കിൽ അന്നത്തെ ഇന്റലിജൻസ് വിഭാഗത്തിനോ സർക്കാരിനോ അറിയാൻ കഴിയാത്തതല്ലല്ലോ. ഇത് ചാനൽ ഉടമകൾ പുതുതായി തുടങ്ങിയ തീവ്രവാദ ബാന്ധവമാണെന്നും പറഞ്ഞുകൂടാ. അപ്പോൾ എങ്ങനെയാണ് ആദ്യമായി അവർക്ക് അനുമതി കിട്ടിയത്? ഇക്കാര്യത്തിൽ മറ്റാരും ചെയ്യാത്തതാണ് തങ്ങൾ ചെയ്തു കൊടുത്തതെന്ന് AK ആന്റണിയുടെ പഴയ പ്രസംഗത്തിലൂടെ വ്യക്തമാകുന്നുണ്ട്. കോൺഗ്രസ് സർക്കാരിനെ ചാനൽ ഉടമകൾ എത്രമാത്രം വിശ്വസിപ്പിച്ചു എന്ന്. ജമാഅത്തെ ഇസ്ലാമിയുടെ കുടക്കീഴിലെ മാധ്യമമായാൽ കൂടി അന്നുവരെ കേരളത്തിന് പരിചിതമല്ലാത്ത തീവ്ര മതാധിപത്യ അജണ്ടയാണ്
അവർ ഇറക്കി കളിക്കാൻ പോകുന്നതെന്ന് ആര് കരുതും? അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം ആ രീതിയിൽ ചിന്തിക്കാതെ പോയെങ്കിൽ അത് സ്വാഭാവികം. ഒരിക്കൽ കൂടി പറയാം, അന്നത്തെ കേരളത്തിന് അത്തരമൊരു ചിന്ത പെട്ടെന്ന് ഉദിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഉണ്ടായിരുന്നില്ല. സംശയിക്കാത്ത പാടത്തേക്കാണല്ലോ ആ വിഷക്കളയുടെ വിത്ത് അതിൻ്റെ പ്രായോജകർ ഇറക്കിയത്. ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തി. കേന്ദ്ര സർക്കാർ സ്വീകരിച്ച് ഹൈക്കോടതിയുടെ വ്യത്യസ്ത ബെഞ്ചുകൾ ശരിവെച്ച അറിവ് അഥവാ രാജ്യസുരക്ഷയ്ക്ക് നിരക്കാത്ത തങ്ങളുടെ തീവ്രവാദ ബന്ധം ചാനൽ ഉടമകൾക്ക് നിശ്ചയമായും ബോധ്യമുള്ളതാകണമല്ലോ. എന്നിട്ടും അവർ നിരപരാധരെന്ന മട്ടിൽ അനുമതിക്കായി തളർച്ചയില്ലാതെ ഓടുന്നെങ്കിൽ അവരെ പിന്തുണയ്ക്കാൻ രാഷ്ട്രീയ നേതാക്കളടക്കം നിരവധി പേർ ഉണ്ടായെങ്കിൽ അതാണ് കാഴ്ച, കണ്ണു തുറന്ന് കാണേണ്ട കാഴ്ച. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.